ഇപ്പോൾ നോക്കൂ, അവരുടെ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ 300 വോട്ടിന്റെ പിറകിൽ കിടന്ന് ഒന്ന് മുന്നിലേക്ക് വരാൻ പ്രയാസപ്പെടുകയാണ്. അതിഷി മർലേന അവർ മുന്നിലേക്ക് വരാൻ പ്രയാസപ്പെടുകയാണ്. അങ്ങനെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് എല്ലാവരും മുന്നേറുന്നു. ചില സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമുള്ള ചെറിയ പ്രശ്നം അങ്ങനെയല്ല കണ്ടത്. സീറ്റുകളുടെ എണ്ണത്തിൽ അവർ 20 സീറ്റിൽ പിന്നിലാണെന്ന് മാത്രമല്ല, ആപ്പിന്റെ നേതാക്കളെല്ലാവരും പിന്നിലാണ്. ഇതുവരെ BJPക്ക് തൊടാൻ കഴിയാതിരുന്ന പല മണ്ഡലങ്ങളിലും BJP കൂറ്റൻ ലീഡ് നേടുകയാണ്. അതുകൊണ്ട് ഇനി ആം ആദ്മി പാർട്ടി ഒരു അത്ഭുതകരമായ തിരിച്ചുവരവ് നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതാൽ അത് ആ നിലയ്ക്കുള്ള ഒരു മിറക്കിൾ സംഭവിച്ചാലാണ്. അല്ലാതെ ഇപ്പോൾ ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല. ഒരു ഡൽഹിയുടെ മനസ്സ് എന്തായിരുന്നു, ഡൽഹി വോട്ട് ചെയ്തത് ആർക്കാണ്, ഡൽഹിയിൽ ഇത്തവണ ആര് അധികാരത്തിൽ വരണമെന്ന കാര്യത്തിൽ ജനം എന്താണ് ചിന്തിച്ചത് എന്നതിൻ്റെയൊക്കെ സൂചന എനിക്ക് തോന്നുന്നത് ഈ ഒരു 4 മണിക്കൂർ സമയം കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. BJPയുടെ ആസ്ഥാനത്ത് ആഹ്ലാദമൊക്കെ ഉണ്ട്, പക്ഷേ BJP ഒഫീഷ്യലി ആ ആഹ്ലാദത്തിലേക്ക് പോയിട്ടില്ല എന്നാണ് കാണേണ്ട കാര്യം. അതേസമയം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചില മണ്ഡലങ്ങളിൽ നാരോ എഡ്ജിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിൽ തന്നെയും കൂടുതൽ പോകുന്നത് ആം ആദ്മി പാർട്ടി ലീഡെടുക്കുന്ന മണ്ഡലങ്ങളാണ് എന്ന് കാണണം. ആം ആദ്മി പാർട്ടിയുടെ ആളുകൾ ലീഡെടുക്കുന്ന 4 മണ്ഡലങ്ങളിൽ 100-ന്റെയും 500-ന്റെയും ഇടയിലാണ് ലീഡുള്ളത്. അത് മാറി മറിഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ ഉള്ള 25 സീറ്റിൽ 20-ലേക്ക് പോലും ഒരു വീഴാം. അതേസമയം BJPയെ സംബന്ധിച്ച് BJP 2 സീറ്റിൽ മാത്രമാണ് നാരോ എഡ്ജിൽ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ കണക്ക് നോക്കുമ്പോൾ കാണുന്നത്. അത് കൂടുതലുണ്ടോ എന്നറിയില്ല, ഡൽഹിയിൽ ചോദിക്കണം. എന്തായാലും BJPയെ സംബന്ധിച്ച് അവർക്ക് ഭയപ്പെടാനോ ആശങ്കപ്പെടാനോ അല്ലെങ്കിൽ നൂൽപ്പാലത്തിലൂടെ പോകുന്ന ഒരു സ്ഥിതിയൊന്നും BJPയെ സംബന്ധിച്ച് ഇപ്പോഴില്ല. ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ റൗണ്ട്സ് ഇനിയും എണ്ണാനുണ്ടെന്ന് കാണിക്കുന്നു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ വളരെ പതിയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ ഫലസൂചനകൾ വന്ന 1 മണിക്കൂറോളം അടുത്ത് കഴിയുമ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അതുകൊണ്ട് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കാണിക്കുന്ന റൗണ്ടൊന്നും അല്ല ഇപ്പോൾ എണ്ണി കഴിഞ്ഞിട്ടുള്ളതെന്ന് വിചാരിക്കണം. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പലയിടത്തും 13-5, 15-5 എന്നൊക്കെയാണ് കാണിക്കുന്നത് എണ്ണി കഴിഞ്ഞിട്ടുള്ള റൗണ്ട്. അത്രയുമൊന്നും എണ്ണിയാൽ ഇത്രയും വോട്ട് പോലും വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്നവർക്ക് കണക്ക് വരില്ല. സോ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ മാത്രം നോക്കാൻ കഴിയില്ല. പരമാവധി റൗണ്ടുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കണം. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഇനി മടങ്ങി വരാനുള്ള സാധ്യതകൾ തുലവും തുച്ഛമാണ്. എന്ന് വെച്ചാൽ അത്ഭുതം സംഭവിച്ചുകൂടായികയില്ല. അതുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്ന് നമുക്ക് ഉറ്റുനോക്കാം. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ വളരെ പതിയെയാണ് കാര്യങ്ങൾക്ക് ഒരു തീർപ്പ് വരുന്നത്, വളരെ പതിയാണ് എന്ന് കാണാം. അപ്പോൾ അത് ന്യൂഡൽഹി മണ്ഡലത്തിൻ്റെ വിശദാംശം നോക്കിയാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ഒരു 30 മിനിറ്റോളം സമയമായിട്ട് 223 എന്നുള്ള ആ കണക്കിൽ കിടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവും ഇല്ലാതെ. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു തടസ്സവും എന്തോ ഒരു ഡിലേ പൊതുവേ നമ്മൾ കാണുന്നുണ്ട് എന്നുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും വോട്ടെണ്ണൽ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ BJPയെ സംബന്ധിച്ച് അവർക്ക് ആശ്വാസദായകമാണ്. ഇപ്പോൾ ന്യൂഡൽഹിയിലെ കണക്ക് നോക്കിയാൽ 430 വോട്ടിന് അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ വ്യത്യാസം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ 225 വോട്ടിലാണ് അദ്ദേഹം പിന്നിലായെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ന്യൂഡൽഹി മണ്ഡലത്തിൽ അവിടെ പർവേഷ് സിംഗ് 16,903 വോട്ടുകൾ നേടിയപ്പോൾ 16,473 വോട്ട് മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിന് നേടാൻ കഴിഞ്ഞത് എന്ന് ഓർക്കുക. എന്ന് വെച്ചാൽ അവിടുത്തെ 13 റൗണ്ടിൽ 8 റൗണ്ടിൻ്റെ സ്റ്റാറ്റസാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ശരിയാണ്. അപ്പോൾ 16,000 വോട്ടെന്ന് പറയുമ്പോൾ റൗണ്ട് പാതിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് വിചാരിക്കേണ്ടത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലീഡ് നിലനിർത്താൻ കഴിയുന്നില്ല. അദ്ദേഹം പോലും ആശങ്കപ്പെടുകയാണ്, വ്യക്തിപരമായി പോലും ആശങ്കപ്പെടുന്ന ഒരാൾ. അഴിമതിയുടെ പേരിൽ വേട്ടയാടപ്പെട്ടുവെങ്കിൽ ജനങ്ങൾ വലിയ സ്വീകാര്യത കൊടുക്കണമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് കിട്ടുന്നില്ല. അദ്ദേഹം ഒരു ലീഡ് എടുക്കാൻ ഒന്ന് മുന്നിൽ വരാൻ പ്രയാസപ്പെടുന്നതിൻ്റെ കാഴ്ച കാണുന്നു. അതിഷിയുടെ കാര്യവും അങ്ങനെ തന്നെ. അതിഷിയും വളരെ പിന്നിലാണ്. അപ്പോൾ അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിക്ക് കൃത്യമായ സന്ദേശം ജനം കൊടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് തോന്നുന്നു. 12 മണിയോടുകൂടി നമുക്കൊരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ 11:45 സമയമായിരിക്കുകയാണ്. PR അരവിന്ദ് നമ്മോടൊപ്പം തുടരുന്നുണ്ട്. അരവിന്ദ്, ഈ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കാണുന്നത് പലയിടത്തും പാതിയിലധികം റൗണ്ടുകൾ എണ്ണാനുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണോ ഇപ്പോൾ റിയൽ സ്റ്റാറ്റസ്? അത് തന്നെയാണോ? നിഷാദ്, ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ അതുകുറിച്ച് നമുക്ക് പറയാൻ കാറില്ല. കാരണം വളരെ പതിയെ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഈ ഫലങ്ങൾ അപ്ലോഡ് ചെയ്തു വരുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കളും ഇപ്പോൾ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഇനിയും പകുതിയിലേറെ വോട്ടുകൾ എണ്ണുവാനുണ്ട്. പക്ഷേ സ്ഥിതിഗതികൾ വേറെയാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഡൽഹിയിൽ ഒരു തിരിച്ചുവരവിന് വലിയ പ്രതീക്ഷ വയ്ക്കേണ്ട ഒരു സാഹചര്യമില്ല. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം നോക്കിയാൽ തന്നെ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ 430 വോട്ടിനാണ് അവിടെ പിന്നിൽ നിൽക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക സ്ഥിരീകരണ പ്രകാരമാണ്. അവിടെ ഇനിയും 5 റൗണ്ടുകൾ എണ്ണി തീർക്കാനുണ്ട്. പക്ഷേ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സന്ദീപ് ദീക്ഷിത് പിടിച്ചത് 2812 വോട്ടുകൾ. പക്ഷേ കോൺഗ്രസ് അവിടെ മത്സരിച്ച് അല്ലെങ്കിൽ വോട്ട് പിടിച്ചത് കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് വോട്ട് കുറഞ്ഞത് നമുക്ക് പറയുവാൻ സാധിക്കില്ല. കാരണം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാണിച്ചത് അരവിന്ദ് കെജ്രിവാളിനെയാണ്. താൻ
വിശ്വസ്തനാണ്, അല്ലെങ്കിൽ താൻ സത്യസന്ധനാണെങ്കിൽ വോട്ട് ചെയ്യുന്നതായിരുന്നു അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. പക്ഷേ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനോട് മുഖം തിരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ച വോട്ടുകളിൽ നിന്ന് വ്യക്തമാണ്. കാരണം പ്രധാനമായും ആം ആദ്മി പാർട്ടിക്കെതിരെ BJP ഉയർത്തിയ പ്രധാന ആരോപണം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കളും നേരിട്ട അഴിമതി ആരോപണങ്ങളായിരുന്നു. ഡൽഹിയെ തകർത്തുകൊണ്ട് നമുക്കറിയാം, അഴിമതി ആരോപണത്തിൽ അഴിമതിക്കെതിരെ പോരാടി വന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. 10 വർഷങ്ങൾക്കിപ്പുറം ആ പാർട്ടി വലിയ രീതിയിൽ അഴിമതി നേടുന്നതിൽ ഡൽഹിയിലെ ജനങ്ങൾക്ക് ശക്തമായ അതൃപ്തിയുണ്ട്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും കേവലം കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. വിരളിലുണ്ടാവുന്ന ഒരു 20ഓളം പ്രവർത്തകർ മാത്രമാണ് എത്തിയിട്ടുള്ളത്. അവർ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫലം അപ്ലോഡ് ചെയ്യുന്നത് വളരെ വളരെ പതുക്കെയാണ്. അതുകൊണ്ട് തന്നെ അതിനൊരിക്കലും നമുക്കൊരു ഇതായിട്ട് കാണുവാൻ സാധിക്കില്ല. എന്തായാലും ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ പരാജയത്തിലേക്ക് ആം ആദ്മി പാർട്ടി പരാജയത്തിലേക്ക് പോകുന്നു എന്നാണ് അരവിന്ദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് വെച്ചിട്ട് നമുക്ക് ഇനി ഒരുപാട് എണ്ണാനുണ്ടെന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല എന്നാണ്. പക്ഷേ ഇപ്പോഴും ഭൂരിപക്ഷത്തിന്റെ കണക്കുകൾ നോക്കുമ്പോൾ വളരെ പിന്നിലാണ്. അതിഷി മർലേന കൽക്കാജിയിൽ 22,561 വോട്ട് നേടി. പക്ഷേ അവിടുത്തെ രമേശ് ബിദുരി എന്ന് പറയുന്ന മുൻ MP ഇപ്പോൾ അവിടെ അദ്ദേഹം കൽക്കാജിയിൽ അതിഷിക്കെതിരെ മത്സരിക്കുകയാണ്. 3231 വോട്ടിന് മുന്നിലാണ് രമേശ് ബിദുരി. നമുക്കറിയാം, വലിയ ഹേറ്റ് സ്പീച്ചുകൾ കൊണ്ട്, വിദ്വേഷ പ്രസംഗങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായ ഒരാൾ കൂടിയാണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഡാനിഷ് അലിക്കെതിരെ പാർലമെന്റിനകത്ത് പരമാവധി വൃത്തികൾ വിളിച്ചു പറയുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം. അങ്ങനെ കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ആളാണ്. രമേശ് ബിദുരിയാണിപ്പോൾ 3231 വോട്ടുകൾക്ക് അതിഷിയേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അൽക്ക ലാംബ ഇതുവരെ നേടിയിട്ടുള്ളത് 2328 വോട്ട് മാത്രമേ ഉള്ളൂ. 23,464 വോട്ടിന് ലീഡിംഗ് സ്ഥാനാർത്ഥിയേക്കാൾ അൽക്ക ലാംബ പിന്നിലാണ്. അപ്പോൾ കോൺഗ്രസ് ഇതുവരെ നേടിയ വോട്ടും അതിഷിയുടെ വോട്ടും ചേർത്ത് വെച്ചാലും രമേശ് ബിദുരിയുടെ ഭൂരിപക്ഷം അതിനേക്കാൾ മുകളിലാണ് എന്ന് കൂടി കാണാം. അപ്പോൾ എന്തായാലും ഇത് ആപ്പിനെ സംബന്ധിച്ച് ഇനി പ്രത്യാശയുടെ എന്തെങ്കിലും ഒരു വിളക്കുമാടം അവശേഷിക്കുന്നു പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.